Welcome back to another vlog, guys. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഒരു ബീഫ് വെച്ചിട്ടുള്ള നമ്മുടെ ഹോട്ടലിൽ കിട്ടാവുന്ന ബീഫ് ഡ്രൈ ഫ്രൈ. സോ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. ദിസ് ഈസ് യുവർ റനീഷ്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് 1/2 കിലോ പോത്താണ് മേടിച്ചിട്ടുള്ളത്. പോത്ത് നല്ലോണം കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഓയിലിട്ടിട്ട് നമ്മളൊരു 10 വിസിലെടുത്ത് വേവിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ഫിംഗർ ഫ്രൈസ് സൈസിൽ ആണ് നമുക്കിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കട്ടിങ് പ്രോസസ്സാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊടിഞ്ഞു പോകാതെ നോക്കണം. സോ അതിന് അനുസരിച്ച് വേണം നമ്മുടെ കുക്കറിൽ ബീഫ് ഇട്ട് വേവിക്കേണ്ടത്. സോ ഇപ്പം നമ്മളത് നല്ലപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബീഫ്. അപ്പോൾ ഓരോ കഷ്ണങ്ങളും സ്ലൈസ് ചെയ്യുന്നത് അത്യാവശ്യം നോക്കിയും കണ്ട് വേണം നമുക്കത് സ്ലൈസ് ചെയ്യാൻ. സോ ഇതിനും നല്ല വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്, ബീഫ് ഡ്രൈ ഫ്രൈ. സോ അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ഫിംഗർ ഫ്രൈസ് പോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സോ ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലകൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ മീറ്റ് മസാല, കോൺഫ്ലവർ, കസൂരി മേത്തി, അത് കഴിഞ്ഞ് നാരങ്ങയുടെ നീര്, ഇവയൊക്കെ ഇട്ട് നമുക്കിതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് ലേശം സബോള, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് ഓയിലും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഇത് മിക്സ് തേച്ച് പിടിപ്പിച്ച് ഇതൊരു 7 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല, പുറത്തുനിന്ന് തന്നെ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഒന്നും കൂടി നമ്മൾ നാരങ്ങ നീര് ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കുന്നു. അതിനെ പിഴിഞ്ഞ് ഒഴിച്ച് ഇത് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇത് നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 7 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഇതേ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മൾ കാലത്ത് ഒരു 10:30 ആയപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ സമയം 7:30 രാത്രി. സോ ഇപ്പം നമ്മൾ മാരിനേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് ഓയിൽ വയ്ക്കാം. ഓയിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫ് എടുത്ത് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്കിതിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതേ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്നിങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി, ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ടും ടിഷ്യൂ പേപ്പർ മേടിക്കാൻ മറന്നതുകൊണ്ടുമാണ് ഞാൻ ഇത് ഓയിൽ അബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഒരു ടെമ്പററി ടിഷ്യൂ പേപ്പറായിട്ട് താൽക്കാലിക ന്യൂസ് പേപ്പറിനെ ഞാൻ സമീപിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മളിത് അടുത്തത് ഇട്ടു, അടുത്ത സ്റ്റെപ്പ് ഇട്ടു. അതും ഇതേപോലെ തന്നെ, ഇതും അതേപോലെ തന്നെ, അതും ഇതേപോലെ തന്നെ. അങ്ങനെയൊക്കെ കൺഫ്യൂഷനായി ഞാൻ പറയുന്നത്. ഐ എം റിയലി സോറി. സോ അങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതും കോരി മാറ്റി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മറച്ച് തിരിച്ച് വലിച്ച് പൊളിച്ച് നമ്മൾ കരിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ കരിവേപ്പിലയും വാരി നമ്മൾ നമ്മുടെ ബീഫിലിടുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നാരങ്ങ പിഴിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ? അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. So hope you guys all enjoyed today's beef dry fry video. See you next vlog. Till then, bye bye.